നടൻ വിനായകനെതിരെ നിലപാടെടുക്കുകയാണ് താരസംഘടന. പുതിയ ഭരണസമിതിയുടെ യോഗത്തിലാണ് വിനായകന്റെ ചെയ്തികളിൽ അമർഷവും പ്രതിഷേധവും രേഖപ്പെടുത്തിയത്. മഹനീയ വ്യക്തിത്വങ്ങളെയാണ് വിനായകൻ അപകീർത്തികരമായ ഭാഷ കൊണ്ട് അധിക്ഷേപിച്ചതെന്ന് യോഗം കുറ്റപ്പെടുത്തി. താരസംഘടനയായ അമ്മയിലേക്ക് അതിജീവതയെ തിരികെ എത്തിക്കുന്നതിൽ ഒരു വിഭാഗം അംഗങ്ങൾക്ക് എതിർപ്പുണ്ടെന്നാണ് വിവരം. ജനറൽ ബോഡി ചേർന്ന് തീരുമാനിക്കട്ടെ എന്നാണ് ആവശ്യം. അതേസമയം നടി മല്ലിക സുകുമാരൻ ലൂസ് ടോക്കറാണെന്ന പരാമർശവുമായി ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ രംഗത്തെത്തി. മെമ്മറി കാർഡ് വിവാദം അന്വേഷിക്കുന്ന സമിതിയിൽ ജഗദീഷും ദേവനും മല്ലികയും വേണ്ടെന്നും കുക്കു പരമേശ്വരൻ നിലപാടെടുത്തു. ശ്വേതാ മേനോൻ അമ്മ പ്രസിഡന്റ് ആയതു മുതൽ ഉയർന്നു വന്നൊരു ചോദ്യമായിരുന്നു താരസംഘടനയിൽ നിന്നും രാജിവെച്ചു പോയ അതിജീവിതയെ തിരിച്ചെടുക്കുമോ എന്ന്. എന്തായാലും ഇന്നലെ ചേർന്ന യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ശ്വേതാ മേനോൻ ആദ്യം തന്നെ പറഞ്ഞത് അമ്മയിലെ തന്നെ ചില ആളുകൾക്ക്, ചില അംഗങ്ങൾക്ക് അതിജീവിതയെ തിരിച്ചെടുക്കുന്നതിൽ വിയോജിപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യേണ്ട എന്ന് തന്നെയാണ്. ജോയ് മാത്യു അടക്കം ഇത് തന്നെ, ഈ സമാനമായ നിലപാട് തന്നെ സ്വീകരിച്ചു. ഇത് ഒരു ഈ ഭാരവാഹി കമ്മിറ്റി അല്ല ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത്, പകരം ജനറൽ ബോഡി അടക്കം ഇത് ചർച്ച ചെയ്ത് വേണം ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്ന കാര്യം ജോയ് മാത്യു അടക്കമുള്ളവർ ഉന്നയിച്ചു. അതേ തുടർന്ന് അതിജീവിതയെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ തൽക്കാലം തീരുമാനങ്ങളൊന്നും എടുക്കണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇന്നലത്തെ യോഗത്തിൽ വ്യക്തമാക്കിയത്. അതിനുശേഷം ചർച്ച ചെയ്ത മറ്റൊരു വിഷയമായിരുന്നു കുക്കു പരമേശ്വരനെതിരായിട്ടുള്ള ഈ മെമ്മറി കാർഡ് വിവാദം. ആ മെമ്മറി കാർഡ് വിവാദത്തിൽ നടി പൊന്നമ്മ ബാബു അടക്കം അമ്മയ്ക്ക് പരാതി നൽകിയിരുന്നു. ആ വിഷയം പഠിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ പരാതി നടപടിയെടുക്കുന്നതിന് വേണ്ടി ഒരു ICCയെ രൂപീകരിച്ചു. ഈ കംപ്ലൈന്റ് കമ്മിറ്റിയിൽ മല്ലിക സുകുമാരനെയും ദേവനെയും ജഗദീഷിനെയും ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ കുക്കു പരമേശ്വരൻ അതിനെ ശക്തമായി എതിർത്തു. മല്ലിക സുകുമാരൻ ലൂസ് ടോക്കറാണെന്നും മറ്റ് രണ്ടുപേർ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകുമെന്നും, മാധ്യമങ്ങളോട് കൂടുതൽ ഇക്കാര്യത്തെക്കുറിച്ച് പറയും, അവർ ഈ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകുന്ന ആളുകളാണ്, അതുകൊണ്ട് ഇവരെയും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ട എന്ന് കുക്കു പരമേശ്വരൻ പറയുകയും ചെയ്തു. പകരം മുത്തുമണിയെയും ജോയ് മാത്യുവിനെയും അനൂപ് ചന്ദ്രനെയും ഉൾപ്പെടെയുള്ളവരെ ചേർക്കാം എന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വന്നു. പക്ഷേ ഇതിൽ ലക്ഷ്മി പ്രിയയ്ക്ക് ഇതിൽ എതിർപ്പുണ്ടായിരുന്നു. എങ്കിലും പിന്നീട് 6 മാസത്തിനുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകണം. കാരണം ഹോളിഡേ ഇന്നിൽ നടന്ന ആ യോഗത്തിൽ ലക്ഷ്മി പ്രിയ അടക്കം പങ്കെടുത്തതാണ്. അതുകൊണ്ട് എത്രയും വേഗം ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം, മെമ്മറി കാർഡ് കണ്ടെത്തണം എന്ന് ലക്ഷ്മിപ്രിയ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നലത്തെ യോഗത്തിൽ ചർച്ചയായത്. എന്തായാലും അമ്മ സംഘടനയിലെ യോഗത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മെമ്മറി കാർഡ് വിഷയത്തിൽ എന്ത് അന്വേഷണമാണ് നടക്കുക, കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നാണ് കാത്തിരിക്കേണ്ടത്.